വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അഗെയിൻ ഒരു മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് മീഷോ എന്ന് വാങ്ങിച്ച കുറച്ച് റാൻഡം തിങ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ലൈക്ക് കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ, എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. അപ്പം അതാണ് ഇന്ന് കാണിക്കുന്നത്. ഓരോന്നും അഫോർഡബിൾ പ്രൈസിലുള്ളതാണ് കേട്ടോ. കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് കാണിക്കാൻ. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ്. ഒരു സിപ്പർ ആയിട്ടുള്ള ബോട്ടിലാണ്. ഇതിങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു കോട്ടിങ് വന്നതാണ്. നോർമൽ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ക്യാപ്പ് വരുന്നത്. ഇതിന് 200 സംതിങ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ്. ഇതിന്റെ പിങ്കും ബ്ലൂ ഉണ്ട്. അപ്പം നമുക്ക് റാൻഡം ആയിട്ടായിരിക്കും കളർ കിട്ടുക. വൈറ്റ് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ ഇത് ഓപ്പൺ ആയി വരും. ഇതാ സ്ട്രോ ഇട്ട് കുടിക്കാൻ പറ്റും. സ്ട്രോ ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് അൺബോക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെയാണ് കേട്ടോ സ്ട്രോ വരുന്നത്. ഇതിൻ്റെ കൂടെ കുറേ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഒരു ഹായ്, ഒരു റെഡ് ക്യാരറ്റ്, പിന്നൊരു ഡോഗിൻ്റെ ഒരു ഫൂട്ടിൻ്റെ അത്, പിന്നെ ഒരു ടെഡി ബെയർ, പിന്നെ ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്. ദെൻ ഇതിലും മറ്റേതുപോലെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഒരു കാക്ടസ്, പിന്നെ അതിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണുള്ളത്. അത് ഒട്ടിക്കാനുള്ള ഗ്ലൂ ഡോട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. 200 സംതിങ്ങിന് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇങ്ങനെ സിപ്പർ ബോട്ടിൽ വെള്ളം കുടിക്കാൻ നല്ല സുഖമാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അല്ലാതെ വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു നമ്മൾ സ്ട്രോ വെച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ഈ ഒരു ഷോക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് വെറും ഒരു ഷോക്സ് അല്ല ഗൈസ്, ഇതൊരു പ്രത്യേകത ഉള്ള ഷോക്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളിലൊരു സിലിക്കൺ ടൈപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. കുറച്ച് വെയിറ്റ് ഉണ്ട് ഇതിന്. അത് ഇങ്ങനെയാണ് ഈ ഷോക്സ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഫുഡ് പ്രിൻറ്റ് കാണുന്നില്ല ഇവിടെ. അതെന്താ സംഭവം വെച്ചാൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ആൻഡ് ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് നമ്മുടെ കാല് ഡ്രൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ല ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്രീമോ വാസ്ലീനോ ഒക്കെ അപ്ലൈ ചെയ്ത് കിടക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനത്തെവർ ഈ ഒരു ഷോക്സ് ഇട്ട് കിടന്നാൽ അത് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കും. മോയ്സ്ചറൈസിങ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് കാലിന് കിട്ടും. കാല് നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ആവും. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോക്സ് ഉപയോഗിക്കുക. ഞാൻ ഇത് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ഷോക്സ് യൂസ് ചെയ്തിട്ടാണ് കിടക്കാറുള്ളത്. എന്നും അല്ല, വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ക്രീമൊക്കെ കാലിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഷോക്സ് ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഡയറക്റ്റായിട്ട് അങ്ങനെ ക്രീം തേച്ചിട്ട് ഡയറക്റ്റായിട്ട് കിടക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആണ്. മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ക്രീമൊക്കെ ഈ ബെഡിലും ബെഡ്ഷീറ്റിലൊക്കെ ആവൂലേ. സോ അതൊക്കെ എനിക്കൊരു മാതിരി തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഷോക്സ് വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. ഇനിയിപ്പോൾ ഷോക്സ് ഇട്ടതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പകുതി ഭാഗവും നമ്മൾ ബെഡിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോയിട്ട് കാലിലേക്ക് കുറച്ച് മാത്രമേ ആ ഒരു മോയ്സ്ചറൈസിങ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഷോക്സ് ഇട്ട് കിടന്നാൽ കൂടുതലായിട്ട് ആ ഒരു ക്രീമൊക്കെ നമ്മുടെ ഫുട്ടിലേക്ക് തന്നെ കിട്ടുമല്ലോ. സോ അതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഇതാകുമ്പോൾ ഉള്ളിൽ സിലിക്കൺ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രീമോ ജെല്ലോ എന്താണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്തിട്ട് ഇതിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ ഹൈഡ്രേറ്റ് ആവാനും കൂടുതൽ മോയ്സ്ചറൈസ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഷോക്സ്. സോ ആ ഒരു പർപ്പസാണ് ഇതിൻ്റെത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ 100 or 200 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ, നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബേബീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊരു കോംബോ പാക്കാണ്. ഇതിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ ഒരു ബിബ് ഉണ്ട്. ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കഴുത്തിലിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിബാണ്. ആൻഡ് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഒരു വെൽവെറ്റൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ആൻഡ് ബാക്ക് സൈഡ് ഈ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആയിരിക്കും. നമ്മൾ ഫുഡൊക്കെ ഇവിടെ ആയാൽ തന്നെ നമ്മുടെ ഡ്രസ്സിലേക്കൊന്നും പോകൂല, വാട്ടർ പ്രൂഫായിട്ട് കിടക്കും. അപ്പം ഇതൊരെണ്ണുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രൂട്ട് ഫീഡറാണ് ബേബീസിനുള്ളത്.
ഇതും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അടിപൊളി ക്വാളിറ്റിയാണ് ഇതിന്. ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ഇതിൻ്റെ സിലിക്കൺ ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ, ക്യാപ്പല്ല, ഐ മീൻ ആ ഒരു ഫീഡർ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യാം. ഇത് സിലിക്കൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട് ഇവിടെ വെച്ച് കൊടുക്കാം, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ബേബീസിൻ്റെ കയ്യിൽ കൊടുക്കും. സ്വാഭാവികമായിട്ട് ഇത് വായിൽ കൊണ്ടുപോയിട്ട് കടിക്കും. അപ്പം ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ജ്യൂസ് കിട്ടും. അപ്പോൾ ഇതിനിങ്ങനെ ഇവിടെ ഇങ്ങനെ മുത്തുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ടും ഉണ്ടാവും. സോ നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. പിന്നെ ഒരു ബ്രഷാണുള്ളത്, സിലിക്കണിൻ്റെ ബ്രഷ്. കുഞ്ഞു പല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ബ്രഷ്. ഇതും നല്ല ക്വാളിറ്റിയുള്ള സിലിക്കണാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ല ടൈനി ആയിട്ടുള്ള ബ്രിസിൽസ് ആണ് വന്നിട്ടുള്ളത്. സൈഡിൽ ഗ്രിപ്പ് ഉള്ളതുണ്ട്, ഒരു സൈഡിൽ ആ ഒരു ബ്രഷുമാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഫുഡ് ഫീഡറാണ്, സിലിക്കണിൻ്റെ തന്നെ. ഇതിൽ നമുക്ക് മുത്താറി, കഞ്ഞി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഫുഡ് ഇവിടെ വരും. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടപ്പുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അടിച്ചു വെക്കാം, ലീക്കേജ് വരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് ഫുഡാക്കി കൊടുക്കാം. ഫുഡാക്കിയിട്ട് നമുക്ക് നോർമൽ സ്ക്വീസ് ചെയ്തിട്ട് ബേബീൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയല്ലേ ഇത്. പിന്നെ ഈ ഒരു ടീത്തറാണ് വരുന്നത്. ഇത് ബേബീസിന് ഇങ്ങനെ പല്ല് വരുന്നതിൻ്റെ മുമ്പായിട്ടൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കടിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു ഇതുണ്ടാവും, ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവരുടെ കയ്യിൽ കൊടുത്താൽ ഇത് കടിച്ചുകൊണ്ട് അവർ നിന്നോളും. ഇത് സിലിക്കണാണ് മെറ്റീരിയൽ, സോ സേഫ് തന്നെയാണ്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. ഈ ഒരു ടീത്തറും, പിന്നെ ഈ ഒരു ഫുഡ് ഫീഡറും, പിന്നെ ഒരു ബിബ്, ഈ ഒരു ഫ്രൂട്ട് ഫീഡറും, പിന്നെ ഈ ഒരു ബ്രഷും ആണ് ഉള്ളത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതൊരു ചോപ്പിംഗ് ബോർഡാണ്. വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണ്. ഇത് വുഡൻ ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. അത്യാവശ്യം സൈസ് ഉണ്ട് ഇതിന് ജസ്റ്റ് 100 സംതിങ് പ്രൈസുള്ള ഒരു പ്രൈസിന് വേർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പ്ലൈവുഡൊക്കെ പോലെയുള്ള പ്ലൈവുഡിൻ്റെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടിട്ട്. പിന്നെ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല മിനുസുള്ള ഒരു സർഫസ് ആണ് ഇതിന് വരുന്നത്. അപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ 2 പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്നോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു 2-3 വർഷം ഞാനായിട്ടുണ്ടാവും ആ ഒരു വീഡിയോ ചെയ്തിട്ട്. അതിൽ ഞാൻ കാണിച്ച പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാത്ത 2 എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒന്നുകൂടെ വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഏതായാലും ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ച റാൻഡം ഹോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് വാങ്ങിക്കണോ, യൂസ്ഫുൾ ആകുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഒന്നുകൂടെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൂത്ത് ബ്രഷ് ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള 2 കൂടുകളാണ്. ഇത് 2 എണ്ണമല്ല, നമുക്ക് 4 എണ്ണമായിട്ട് കിട്ടും, 6 എണ്ണമായിട്ട് കിട്ടും, 8 എണ്ണമായിട്ട് കിട്ടും. അപ്പം നമ്മളുടെ ആവശ്യം പോലെ വാങ്ങിക്കാം. ഞാൻ 6 എണ്ണമായിരുന്നു വാങ്ങിച്ചത്. ഇതിൻ്റെ ബാക്കിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അന്ന് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള സംഭവം തന്നെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രഷ് ഇതിലിട്ട് വെക്കുക, ക്ലോസ് ചെയ്യുക. നമുക്ക് എവിടെ ധൈര്യമായിട്ട് വെക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന സമയത്ത് അതിലേതൊക്കെ ജീവികളാണ് വന്ന് പോകുന്നതുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. പല്ലി, മണ്ണാച്ചൻ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും അതിൽ വന്ന് നക്കും. പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അതിൽ നിന്നൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇഷ്ടം മീൻസ് എനിക്ക് നല്ലതായിട്ട് തോന്നി. ഞാൻ എപ്പോഴും ഇതിൽ തന്നെയാണ് എൻ്റെ ബ്രഷുകൾ സ്റ്റോർ ചെയ്യാറുള്ളത്. പിന്നെ ഇതിൻ്റെ യൂസ്ഫുൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ബ്രഷ് ഇതിലിട്ടിട്ട് ഈ 2 സംഭവം നമ്മുടെ ബാഗിലോ എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വന്നിട്ട് കുറച്ച് ബ്യൂട്ടി ബ്ലെൻഡേഴ്സാണ്, മേക്കപ്പ് സ്പഞ്ച്. അപ്പോൾ ഇതിൽ 6 എണ്ണോ 7 എണ്ണോ ആണ് ഇതിൽ വരുന്നത്. 4 എണ്ണമാണ് ഇതിൽ ബാക്കിയായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ 7 എണ്ണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു കുഞ്ഞു ബ്ലെൻഡർ ഉണ്ട്, നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു ബ്ലെൻഡർ. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇതുപോലെ 3 എണ്ണം വരുന്നുണ്ടായിരുന്നു.
പിന്നെ ഒരെണ്ണം ഇതിങ്ങനെ വന്നിട്ടുള്ളതുണ്ട്. ഭയങ്കര സോഫ്റ്റ് ഒന്നല്ല, നല്ല സോഫ്റ്റാണ് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഇതും അതുപോലെ. പിന്നെ ഒരെണ്ണം ഇതുപോലെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്യൂട്ടി ബ്ലെൻഡറാണിത്. ഇത് ഞാൻ കുറേ ആയി വാങ്ങിച്ചിട്ട് വന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പം കാണിക്കുകയാണ്. ഇതിലിങ്ങനെ റിബണൊക്കെ കെട്ടിയിട്ടായിരുന്നു വന്നത്. നല്ല പാക്കേജിങ് ആണ്, അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ ഒരു ക്യൂട്ട്നെസ് കണ്ടാണ് ഞാനിത് വാങ്ങിച്ചതല്ല. അതല്ലാതെ ഇത്രയും ബ്ലെൻഡറിനൊന്നും ആവശ്യം എനിക്കില്ല. ഇതിൻ്റെ കാറ്റലോഗ് പിക്ചർ കണ്ടാൽ മനസ്സിലാവും എത്ര ക്യൂട്ടാന്നുള്ളത്. ഇതിൻ്റെ പിങ്കും ഉണ്ട്. റാൻഡം ആയിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് കളർ കിട്ടുക. നമ്മൾ ചൂസ് ചെയ്യുന്നതാണോ കിട്ടുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വേണ്ടിയിരുന്നു. ആ ഒരു സമയത്ത് ഇത് കണ്ടപ്പം ഇതെന്നെ വാങ്ങിച്ചു. 100 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 7 എണ്ണം കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലെൻഡറാണ്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്ലെൻഡറാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് വന്നിട്ടൊരു ഷൂ ക്ലീനറാണ്. ഇത് 200 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മുടെ ഷൂ ഒക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും, നല്ല ബ്രൈറ്റ് ആവും ഇത് യൂസ് ചെയ്താൽ. അപ്പോൾ ഇത് ക്യൂപിഡ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഷൂ ക്ലീനറാണ്. ഇതിനൊപ്പം തന്നെ ഒരു ഷാമ്പൂ കിട്ടുന്നുണ്ട്, അതായത് ഷൂവിൻ്റെ ലേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷാമ്പൂ. പിന്നെ ഒരു വുഡൻ്റെ ഒരു ബ്രഷും കിട്ടുന്നുണ്ട്, സോഫ്റ്റ് ബ്രിസിൽസ് വന്നിട്ടുള്ളൊരു ബ്രഷാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂ കേൾക്കാൻ പറ്റും. വെള്ളമൊന്നും വേണ്ട, 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഇനി അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു സ്പ്രേ ബോട്ടിലും ഈ ഒരു ഓയിൽ ബോട്ടിലും ഈ ഒരു സ്പ്രേ ബോട്ടിലും ആണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ജസ്റ്റ് 60 രൂപ അങ്ങനെ എന്തോ പ്രൈസ് ഉള്ളൂ. ഇത് ഞാൻ ഹെയർ ടോണർ ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അതായത് റോസ്മേരി വാട്ടറോ അതല്ലെങ്കിൽ റൈസ് വാട്ടറോ ഒക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം, DIY ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ ഉള്ളതാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ഓയിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കോംബ് ചെയ്യുന്ന രീതിയിൽ ഓയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. ഇങ്ങനെ DIYs ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതല്ല ഈ സ്പ്രേ ബോട്ടിൽ കൊണ്ടൊക്കെ വേറെയും കുറേ ആവശ്യമാണ്. നമുക്ക് മേക്കപ്പ് റിമൂവറൊക്കെ ആക്കി വെക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണിത്. ഇത് ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഇതുപോലെ വേറൊരു പ്രൊഡക്റ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സംഭവം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്ര സൈസില്ല. ഞാൻ കുറച്ചുകൂടെ വലിയ സൈസായിരുന്നു ഉദ്ദേശിച്ചത്. ഇത് പക്ഷേ കുറച്ച് ചെറിയ സൈസ്. ഇനി കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു സിപ്പർ ബാഗിലൊക്കെ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പമ്പ് ബോട്ടിലുണ്ട്, ഒരു സ്പ്രേ ബോട്ടിലുണ്ട്, വീണ്ടും ഒരു ചെറിയ സ്പ്രേ ബോട്ടിലുണ്ട്, പിന്നെ ഒരു നോർമൽ ബോട്ടിലുണ്ട്, പിന്നെ ഇതുപോലെ 2 ഡബ്ബ വരുന്നുണ്ട്, പിന്നെ ഇതുപോലൊരു സ്പൂണും വരുന്നുണ്ട്. ഇത് നമ്മുടെ ടോയ്ലറ്ററീസൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു വലിയ ബോട്ടിലെടുത്ത് പോകണ്ടല്ലോ. സോ നമുക്ക് ഈ ചെറുതിലാക്കി വെച്ചാൽ ഈ ഒരു സംഭവം എടുത്ത് പോയാൽ മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വലിയ ബോട്ടിലുകളിൽ നിന്നൊക്കെ ഉള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെറിയ ഇതിലേക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഈസിയാണ്. നമുക്ക് കിട്ടുന്നിടത്ത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കുക, എന്നിട്ട് അതെവിടെയെങ്കിലും മാറ്റി വെക്കാമല്ലോ. വലിയ ബോട്ടിൽസ്, ബോഡി ലോഷൻ്റെ ബോട്ടിലൊക്കെ എൻ്റെ ഇത് വലുതാണ്, അപ്പം അതെപ്പോഴും എടുക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഇതിലിങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ആ ഒരു സ്പേസും ലാഭിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇങ്ങനെ കുഞ്ഞൊരു ഡബ്ബ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസറൊക്കെ 2 യൂസിന് ഉണ്ടാവാൻ മതി. എനിവേ കുഴപ്പമില്ല. പിന്നെ ഇത് കിട്ടവർക്ക് ചിലവർക്കൊക്കെ ആ ഒരു ചെറിയൊരു ഫണലും അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടിയിരിക്കുന്നു. എനിക്കത് കിട്ടിയില്ല. എനിക്ക് ഈ ഒരു സ്പൂണ് മാത്രമേ എക്സ്ട്രാ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു വിഷമം. അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടുള്ളൊരു വിഷമം. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഈ ഒരു കിച്ചൺ ആപ്രൺ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ആപ്രൺ വന്നിട്ട് കോംബോ പാക്കായിരുന്നു. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് കഴുത്തിലിടുക, നമുക്കിവിടെ അങ്ങനെ കെട്ടിക്കൊടുക്കാം. സെൻട്രലായിട്ടൊരു പോക്കറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഈ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്, ഫ്രണ്ടിൽ ഈ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കിച്ചൺ യൂസ് ചെയ്യാനുള്ള നോർമൽ ആപ്രോൺ തന്നെ. 2 എണ്ണം കൂടെ 100 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് വർത്തായിട്ട് തോന്നി. പിന്നെ എനിക്ക് കോട്ടൻ്റെ ആപ്രോൺ വേണ്ട, ക്ലോത്തിൻ്റെതൊന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് ഇങ്ങനത്തേതായിരുന്നു വേണ്ടത്. കാരണം
പെട്ടെന്ന് വെള്ളം അയക്കുക അങ്ങനത്തെ ഒന്നും ഉള്ളിലേക്ക് അധികം എത്തൂല. കോട്ടൻ്റെ ക്ലോത്തിൻ്റെതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളം എത്തും. അപ്പോൾ ആ ഒരു നനവ് അവിടെ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നല്ലതാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബെൽറ്റാണ് കേട്ടോ. പിന്നെ ബ്രേഡഡ് ആയിട്ടുള്ള ബെൽറ്റാണ് കണ്ടോ, ഇങ്ങനത്തെ ബെൽറ്റാണ്. ആൻഡ് ഈ സംഭവമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ടൈറ്റ് ആക്കാൻ പറ്റും. ഹോൾസ് ഒന്നും വേണമെന്നില്ല. ഇതിൻ്റെ പ്രത്യേകത അതാണ്. നമുക്ക് ഇതിൽ എവിടെ വേണമെങ്കിലും കയറ്റിയിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ളൊരു ബെൽറ്റ് വാങ്ങിച്ചു. നല്ല ക്വാളിറ്റി ഉള്ള ബെൽറ്റ് തന്നെയാണ്. കുറച്ചൊന്ന് ഇത് സ്ട്രെച്ച് ആവുന്നുണ്ട്, നമ്മുടെ എലാസ്റ്റിക് ഒക്കെ പോലെ കുറച്ചൊന്ന് സ്ട്രെച്ച് ആവുന്നുണ്ട്. അപ്പം നല്ലൊരു ബെൽറ്റ്. ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ ഒരു കോംബോ പാക്കാണ്. 6 സ്ക്രഞ്ചീസ് വരുന്നുണ്ട്. ആക്ച്വലി സ്ക്രഞ്ചീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് നല്ലതാണ് കേട്ടോ. ഹെയർ പൊട്ടി പോകുന്നതിനൊക്കെ നല്ലതാണ്. ഇത് 3 കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഒരു യെല്ലോയിഷും പിന്നെ ഒരു ഓഫ് വൈറ്റ് പോലെ പിന്നെ ഒരു ബ്രൗണും. പിന്നെ ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാറ്റിനൊന്നല്ല, ഒരു നോർമൽ ഒരു ഓക്കെ ടൈപ്പ് സാറ്റിൻ. കളർ കോമ്പിനേഷൻ വന്നിട്ട് നല്ലതാണിത്. നല്ല കളേഴ്സാണ്, 3ഉം അടിപൊളിയാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് വുഡൻ കോമ്പിൻ്റെ ഒരു കോംബോ പാക്കാണ്. കോംബോ പാക്കാണ്. ഇതിൽ 3 എണ്ണം വരുന്നുണ്ട്. ഇത് നീം വുഡാണെന്നൊക്കെ അവർ മെൻഷൻ ചെയ്യും. നമുക്ക് സത്യാവസ്ഥ നമുക്ക് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇങ്ങനെ വൈഡായിട്ട് ടീത്ത് വരുന്നൊരു കോംബോ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട്. ദെൻ ഇങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട്. വുഡൻ കോംബ്സ് ആക്ച്വലി നല്ലതാണ്. നമ്മുടെ ഹെയറിന് വുഡൻ കോംബോ വെച്ചിട്ട് കോംബോ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ 3 മോഡൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്ന് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഇതാണ് വരുന്നത്. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ 2ൻ്റെ കാര്യം എനിക്കറിയില്ല. ഇത് നമുക്ക് നമ്മുടെ ജട കളയാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് എഗെയിൻ ബെല്ല വിറ്റെന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പെർഫ്യൂമാണ്. മുമ്പ് ഒരു പെർഫ്യൂം വാങ്ങിച്ചത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കോംബോ ആയിട്ട് വരുന്ന പെർഫ്യൂമാണ്. ഇത് ഓൾസോ ഊത് തന്നെയാണ് ഗൈസ്. അന്നും ഊതാണ് വാങ്ങിച്ചത്, ഇന്നും ഊതാണ് വാങ്ങിച്ചത്. ഇത് ഊതിൻ്റെ, ഇത് വൈറ്റ് ഊത്, പിന്നെ ഇത് ഹണി ഊത്. 2 ഊതുകളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബെല്ലാവിറ്റൻ്റെ പാക്കേജ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ള പാക്കേജ് ആണെങ്കിലും അതല്ലാതെ ഈ കുഞ്ഞു ബോട്ടിൽസ് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഇഷ്ടമാണിത്. എനിക്കിതിൻ്റെ ഒരു കളക്ഷൻ തന്നെ തുടങ്ങിയാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ അത്ര വലിയ പെർഫ്യൂം ഫാനല്ല. പിന്നെ എനിക്ക് ഊതിൻ്റെതാണ് ഓക്കെ ആവുക. ഇതും എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ല്. പക്ഷേ ഈ ഇടയായിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇപ്പോൾ പെർഫ്യൂംസ് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു പെർഫ്യൂംസ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഊതിൻ്റെ പ്രത്യേകത, നമ്മൾ പെട്ടെന്ന് അടിക്കാതെ നമ്മൾ ഡ്രസ്സിലൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റേക്കായിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നല്ല സ്മെല്ലായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എനിക്കിത് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മളിവിടെ കണ്ടു. പരസ്പരം ഒരു ബന്ധമില്ലാത്ത കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് പ്രൈസും എനിക്ക് എല്ലാത്തിൻ്റെയും പ്രൈസ് ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മീഷോയിൽ എത്തിയിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പം ഇനി മറ്റൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.